അപ്പം ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധാരണ ടാപ്പിൽ നമ്മൾ സാധാരണ കുടിക്കാൻ എടുക്കുന്ന വെള്ളവും ഇത് ഫിൽട്ടർ ചെയ്യുന്ന വെള്ളമാണ്. അപ്പം ഞാനൊരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ട് രണ്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഡിഫറൻസസ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യാത്ത വെള്ളവും റൈറ്റ് സൈഡിൽ, അതായത് ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത വെള്ളമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇതിനകത്ത് നല്ല യെല്ലോ കളറുള്ള ഇമ്പ്യൂരിറ്റീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് പ്ലസ് റിവ്യൂ ആണ്. ഇപ്പോൾ എന്നെ പോലുള്ള മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഒരു RO പ്ലാന്റിൽ പോയിട്ട് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഫിൽറ്റേഴ്സൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഒരു വാട്ടർ പ്യൂരിഫയർ. അത് വളരെ അഫോർഡബിൾ ആയിട്ടും വളരെ എഫിഷ്യൻറ്റുമായിട്ടുള്ള പ്രൊഡക്റ്റ് കണ്ടെത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ആ പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു വാട്ടർ പ്യൂരിഫയർ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3988 രൂപ, അതായത് 4000 രൂപയുടെ താഴെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടെത്തിയത്. ഇത് ഞാൻ മേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം 6523 പേര് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് മേടിച്ചേക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ, അതായത് കുറച്ച് നാൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും ഇത്രയും ആൾക്കാർ നല്ല റേറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇതൊരു നല്ല പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. പിന്നെ തന്നെയല്ല, കസ്റ്റമർ റിവ്യൂസും വീഡിയോസും ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര സാറ്റിസ്ഫൈങ് ആണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുകയും ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിന് ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരു 500 രൂപയുടെ ടെക്നീഷ്യന് കൊടുക്കണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷമായിരിക്കും നമ്മൾ ഇത് സെറ്റ് ചെയ്ത ശേഷമായിരിക്കും ഇത് വെള്ളം കുടിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്, സാറ്റിസ്ഫൈങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഒന്ന് തുറന്നു നോക്കാം. അവർ എഴുതി വെച്ചിട്ടുണ്ട്, തുറക്കാനൊന്നും പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ, അവരുടെ കസ്റ്റമർ കെയർ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വാറണ്ടി കാർഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പാക്കിംഗ് ഒക്കെ എന്തായാലും കൊള്ളാം. നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അത്യാവശ്യം ഹെവിയർ ആണ്. ഏകദേശം ഒരു 7 കിലോക്ക് തൂക്കം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഒരു മെയ്ക്ക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പിക്ചേഴ്സിലൂടെ തന്നെ മനസ്സിലാവുമായിരുന്നു. പക്ഷേ നമുക്കറിയാമല്ലോ, ഏകദേശം 4000 രൂപയാണ് നമ്മൾ ഇതിനു വേണ്ടി മുടക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ബിൽഡ് ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ എന്നിരുന്നാലും ഇത്രയും റേറ്റിംഗ്സ് ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മേടിച്ചത്. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് പ്ലാസ്റ്റിക് വെച്ചിട്ട് ഇവർ കോട്ട് ചെയ്ത് അടച്ചു വെച്ചേക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിച്ചൊന്നും മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ തുറക്കുന്നില്ല, അത് ടെക്നീഷ്യൻ വന്നിട്ട് തുറക്കട്ടെ. അപ്പോൾ ടെക്നീഷ്യൻ വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കവർ ചെയ്യാം. കണ്ടോ, ഇതിൻ്റെ ലുക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ലുക്സ്. കണ്ടോ, സൈഡും ബാക്കും ഒക്കെ ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതിന് തെളിവാണ് ഈ ഒരു സാധനം. പിന്നെ ഇത് ഞാൻ മേടിക്കാനുള്ള പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 4 ഫിൽറ്ററുകളുണ്ട്. അതായത് ഒന്ന് RO, ഒന്ന് UV, ഒന്ന് UF, പിന്നെ TDS കൺട്രോളർ എന്ന് പറയുന്നൊരു സാധനം കൂടെ ഉണ്ട്. അപ്പം അൾട്രാ വയലറ്റ് ഫിൽട്രേഷനും റിവേഴ്സ് ഓസ്മോസിസും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പിന്നെ ഒരു അൾട്രാ ഫിൽട്രേഷൻ ഉണ്ട്. അൾട്രാ ഫിൽട്രേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്തിട്ട് സോളിഡ് ഇമ്പ്യൂരിറ്റീസിനെയും വൈറസ്, ബാക്ടീരിയ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നുള്ളൊരു ടെക്നിക്കാണ് ഇൻ ഷോർട്ട്. പിന്നെ ഈ TDS കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ നിന്നും നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ കിട്ടുന്ന വെള്ളത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ്ഡ് സാൾട്ട്സ് എന്ന് പറയും, TDS. അതിനാണ് TDS എന്ന് അവർ ഷോർട്ട് ചെയ്തേക്കുന്നത്. ആ TDSനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം 0.45 മൈക്രോൺസ് വരെ സൈസുള്ള ഇമ്പ്യൂരിറ്റീസിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കിയെടുക്കുന്ന ഒരു അടിപൊളി സാധനമാണ് TDS കൺട്രോളർ. അപ്പോൾ അതെല്ലാം ഈ ഒരു സാധനത്തിനകത്തുണ്ട്. പിന്നെ ഒരു ഫൈൻ ഫിൽറ്റർ, അതായത് പെർഫെക്റ്റ് ഫിൽറ്റർ ആണെങ്കിൽ മാത്രമേ നമുക്ക് 0.5 മൈക്രോൺസ് വരെ ഫിൽറ്റർ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് എത്രത്തോളം ഫിൽറ്റർ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അവർ ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള കാരണം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫയർ. അപ്പം ഒരുപാട് സ്പേസ് കൺസ്യൂം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് തൽക്കാലത്തേക്കാണ്. അപ്പം നോക്കിയിട്ട് ഞാൻ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ടത് ഏകദേശം ഇത്രയാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. കണ്ടോ, ഇത്രയും നമ്മുടെ ഒരു കൈയിൻ്റെ ആ ഒരു നീളമാണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ജനലിൻ്റെ ആ ഒരു സൈഡിൽ സീറ്റിംഗ് ആവും. പിന്നെ തന്നെയല്ല, നമ്മുടെ ടാപ്പ് ഇവിടെ ഉണ്ട്, പിന്നെ ഒരു പ്ലഗ് പോയിന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മളിതിവിടെ പെർഫെക്റ്റ് ആയിട്ട് സീറ്റിംഗ് ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നത്.
പിന്നെ പുറമെ അതായത് നമ്മുടെ ആ ഒരു ടെക്നീഷ്യൻ ഈ ഒരു സാധനം എക്സ്ട്രാ ആയിട്ട് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് ഒരു 600 രൂപ, അത് അദ്ദേഹത്തിൻ്റെ സെറ്റിംഗ് ചാർജും ഈ ഒരു ഫിൽറ്ററിനും കൂടെ. ഇത് പുറത്ത് വയ്ക്കുന്ന ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് വൺസ് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഈ ഒരു 4 ഫിൽറ്ററുകളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ പുറത്ത് വെച്ച് കൊടുക്കണം. അപ്പം ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണമെന്ന് ആ ടെക്നീഷ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ പോകാനുള്ള ഒരു പൈപ്പാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിനകത്തോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയും വേസ്റ്റ് വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ സാധാരണ ടാപ്പിൽ നമ്മൾ സാധാരണ കുടിക്കാൻ എടുക്കുന്ന വെള്ളവും ഇത് ഫിൽട്ടർ ചെയ്യുന്ന വെള്ളമാണ്. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ട് 2 വെള്ളത്തിൻ്റെ ആ ഒരു ഡിഫറൻസസ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് കാണുമ്പോഴത്തേക്ക് ശരിക്കും അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ രണ്ടും ഒരേ ഗ്ലാസ്സിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം എടുക്കാൻ പോകുന്നത്. ഇതിൽ നിന്ന് സാധാരണ വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നമ്മുടെ സാധാരണ വെള്ളമാണ്. സാധാരണ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം. കണ്ടോ, ഈ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഇതിനകത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്, പക്ഷെ ഇതിനകത്ത് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഞാൻ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാട്ടിത്തരാം. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫിൽട്ടർ ചെയ്യാത്ത വെള്ളവും റൈറ്റ് സൈഡിൽ, അതായത് ഈ വെള്ളം ഫിൽട്ടർ ചെയ്ത വെള്ളമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇതിനകത്ത് നല്ല യെല്ലോ കളറുള്ള ഇമ്പ്യൂരിറ്റീസ് കാണാൻ പറ്റുന്നുണ്ട്. ആ കളർ ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ ശരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇത് നോക്കിക്കേ, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് വെള്ളം. കണ്ടോ, ഇതിനകത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു പോലും ഇല്ല. കണ്ടോ, പക്ഷേ ശരിക്കും വെള്ളമുണ്ട് ഇതിനകത്ത്. കണ്ടോ, വെള്ളമുണ്ട്, പക്ഷേ ഇതിനകത്ത് നോക്കിക്കേ, കണ്ടോ, ഒരു യെല്ലോ കളർ ഫീൽ ചെയ്യുന്നില്ലേ? അപ്പം ഇത് തന്നെയാണ്, ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിൽട്രേഷനും കളറും മാത്രമല്ല, നല്ല അടിപൊളി ടേസ്റ്റോടെയാണ് വെള്ളത്തിന്. അതായത് നമുക്ക് കൺവിൻസിങ്ങോ സാറ്റിസ്ഫൈങ്ങോ ആയിട്ടുള്ളൊരു ടേസ്റ്റോടെയാണ് നമുക്ക് ഈ ഒരു ഫിൽറ്റർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫിൽറ്റർ അടിപൊളി ആവാനുള്ളൊരു കാരണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് 15 ലിറ്റർ ഇതിനകത്ത് റിസർവ് ചെയ്ത് വെക്കും. ഓരോ മണിക്കൂറിലും 15 ലിറ്റർ വീതം വെള്ളം നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ളായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഓഫ് ആയിക്കോളും. അപ്പം ഇത്രയും ആ വെള്ളം തീരുന്നതനുസരിച്ചിട്ട് ഇത് വീണ്ടും ഓണായിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഈ 15 ലിറ്റർ വെള്ളം എടുത്ത് മാറ്റാം, എന്നിട്ട് വീണ്ടും ഓൺ ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ ഒരു 3900 അല്ലെങ്കിൽ 4000 രൂപയുടെ താഴെ ഇത്രയും നല്ല അടിപൊളി ഒരു ഫിൽറ്റർ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എങ്ങനെയൊക്കെ ആയാലും ഒരു 7000 രൂപ 8000 രൂപ എന്തായാലും ആവും. അപ്പം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങളോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കാൻ പാടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും